എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹവന്ദനം. എൻ്റെ പേര് പ്രശാന്തി ചൊവ്വര. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു കുട്ടിക്കഥയാണ്. കുതന്ത്രക്കാരൻ കുടുങ്ങി. മഹാസൂത്രക്കാരനാണ് കുട്ടിക്കുറുക്കൻ. ഒരു ദിവസം അവൻ കാട്ടിലൂടെ ഇരയും തേടി നടക്കുകയായിരുന്നു. എൻ്റെ അമ്മോ! പെട്ടെന്നാണ് അവൻ ഉറക്കെ നിലവിളിച്ചത്. കാര്യം വേറൊന്നുമല്ല, അവൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചതാണ്. കുട്ടിക്കുറുക്കൻ വലിയ വായിലെ നിലവിളിച്ചുകൊണ്ട് നടന്നു. ഒരു വിധത്തിൽ നടന്ന് അവൻ റോഡിലെത്തി. അവിടെ ഒരു മരത്തണലിൽ ഒരു അമ്മുമ്മ ഇരിക്കുന്നത് കണ്ട് കുട്ടിക്കുറുക്കൻ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിച്ചു, അമ്മുമ്മേ, എന്നെ ഒന്ന് സഹായിക്കുമോ? എൻ്റെ കാലിൽ ഒരു മുള്ളു തറച്ചിരിക്കുന്നു, അതൊന്ന് എടുത്ത് കളയുമോ? കുട്ടിക്കുറുക്കൻ്റെ ദയനീയമായ ചോദ്യം കേട്ട് പാവം തോന്നിയ അമ്മുമ്മ വേഗം തന്നെ ആ മുള്ളെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. മുള്ളെടുത്ത് കളഞ്ഞതും കുട്ടിക്കുറുക്കൻ്റെ സ്വഭാവം അങ്ങ് മാറി. നിങ്ങൾ എന്തിനാണ് എൻ്റെ കാലിൽ നിന്ന് മുള്ളെടുത്ത് വലിച്ചെറിഞ്ഞത്? ആ മുള്ളുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? അവർ പറഞ്ഞു. എനിക്കതുകൊണ്ട് ഒരു ആവശ്യമുണ്ടായിരുന്നു. എൻ്റെ കാലിലെ മുള്ളെന്തിനായി എന്നോട് ചോദിക്കാതെ കളഞ്ഞത്? കുട്ടിക്കുറുക്കൻ അതും ചോദിച്ചുകൊണ്ട് ഉറക്കെ കരയാൻ തുടങ്ങി. അമ്മുമ്മ എന്തു പറഞ്ഞിട്ടും കുട്ടിക്കുറുക്കൻ കൂട്ടാക്കിയില്ല. എൻ്റെ മുള്ള് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വിടില്ല, അവൻ പറഞ്ഞു. അമ്മുമ്മ ശരിക്കും കുടുങ്ങിപ്പോയി. മുള്ള് ആ കാട്ടിൽ എവിടെ നിന്ന് എടുത്തു കൊടുക്കാനാണ്? ശരി, നിനക്കു ഞാൻ മറ്റൊരു മുള്ളെടുത്തു തരാം, അമ്മുമ്മ പറഞ്ഞു. അതൊന്നും പറ്റില്ല, എനിക്ക് എൻ്റെ കാലിൽ നിന്നെടുത്ത മുള്ള് തന്നെ വേണം, കുട്ടിക്കുറുക്കൻ വാശി പിടിച്ചു. എന്നാൽ പിന്നെ മുള്ളിന് പകരം ഞാനൊരു മുട്ട തരാം, അമ്മുമ്മ പറഞ്ഞു. അത് കുട്ടിക്കുറുക്കൻ സമ്മതിച്ചു. ആ മുട്ടയും വാങ്ങി അവൻ അടുത്തുള്ള ഗ്രാമത്തിലെത്തി. ആദ്യം കണ്ട ഒരു വീടിൻ്റെ വാതിലിൽ മുട്ടി. പുറത്തിറങ്ങി വന്ന ഗൃഹനാഥനോട് അവൻ പറഞ്ഞു, പുറത്ത് നല്ല തണുപ്പ്, ഇന്ന് രാത്രി ഞാനിവിടെ കിടന്നോട്ടെ? കുട്ടിക്കുറുക്കൻ്റെ നിഷ്കളങ്കതയോടുള്ള ചോദ്യം കേട്ടപ്പോൾ ഗൃഹനാഥൻ പാവം തോന്നി സമ്മതിച്ചു. വീട്ടിനകത്ത് കടന്ന കുട്ടിക്കുറുക്കൻ ഗൃഹനാഥനോട് ചോദിച്ചു, എൻ്റെ കയ്യിലെ മുട്ട ഞാൻ ഇവിടെയാണ് വെക്കുക. ഗൃഹനാഥൻ അവനോട് മുട്ട ഒരു പാത്രത്തിൽ വെച്ചു കൊള്ളാൻ പറഞ്ഞു. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. വീട്ടിലെല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പായപ്പോൾ കുട്ടിക്കുറുക്കൻ ആരും കാണാതെ മുട്ടയെടുത്ത് കുടിച്ചു. കുട്ടിക്കുറുക്കൻ്റെ നിലവിളി കേട്ടാണ് വീട്ടുകാർ ഉണർന്നത്. അയ്യോ, എൻ്റെ മുട്ട ആരോ എടുത്തു കുടിച്ചു കളഞ്ഞു, എനിക്ക് എൻ്റെ മുട്ട വേണം. ഗൃഹനാഥൻ അവനോട് മറ്റൊരു മുട്ട കൊടുത്തു. അയ്യോ, എനിക്കെൻ്റെ മുട്ട തന്നെ വേണം, അതൊരു നല്ല മുട്ടയായിരുന്നു, എനിക്കത് തന്നെ വേണം, കുറുക്കൻ ശാഠ്യം പിടിച്ചു. വീട്ടുകാർ എന്ത് ചെയ്യാനാണ്? ഒടുവിൽ മുട്ടയ്ക്ക് പകരം ഒരു കോഴിയെ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടിക്കുറുക്കൻ കരച്ചിൽ നിർത്തിയത്. അവിടെ നിന്നും കിട്ടിയ കോഴിയുമായി കുട്ടിക്കുറുക്കൻ അന്ന് വൈകുന്നേരം മറ്റൊരു ഗ്രാമത്തിലെത്തി. അവിടെയും ആദ്യം കണ്ട വീട്ടിലെത്തി. രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു. കുട്ടിക്കുറുക്കനെ കണ്ടാൽ ആർക്കും പാവത്തം തോന്നുമല്ലോ. ആ വീട്ടുകാരി അവന് സമ്മതം നൽകി. ഈ കോഴിയെ ഞാൻ എവിടെ സൂക്ഷിക്കും? ആ സ്ത്രീയോട് കുട്ടിക്കുറുക്കൻ ചോദിച്ചു. അവർ തൻ്റെ ആട്ടിൻകൂട്ടിൽ കോഴിയെ സൂക്ഷിക്കുന്നതിന് അനുവാദം നൽകി. പിന്നെ എന്തിനാണ് ഉണ്ടായതെന്നറിയാമല്ലോ. രാത്രിയിൽ തന്ത്രത്തിൽ പുറത്തിറങ്ങിയ കുറുക്കൻ കോഴിയെ അകത്താക്കി പപ്പും പൂടയും കുറച്ച് അപ്പുറം കൊണ്ടിട്ടു. പതിവ് പോലെ കുട്ടിക്കുറുക്കൻ അതിരാവിലെ ഉണർന്ന് ആ വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്തു തന്ന ഉപകാരത്തിന് വളരെ നന്ദിയുണ്ട്. ഇനി എൻ്റെ കോഴിയെ എടുത്തു തന്നാൽ എനിക്ക് പോകാമായിരുന്നു. ആ സ്ത്രീ ആട്ടിൻകൂട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കോഴിയില്ല. അവർ ചുറ്റും നോക്കിയപ്പോൾ കോഴിയുടെ പപ്പും പൂടയും കിടക്കുന്നു കണ്ടു. അപ്പോഴേക്കും അവിടെ എത്തിയ കുട്ടിക്കുറുക്കൻ വലിയ വായിൽ നിലവിളിക്കാൻ തുടങ്ങി. അയ്യോ, എൻ്റെ കോഴിയെ ഇവരെല്ലാം പിടിച്ചു തിന്നേ! എന്തിനധികം പറയുന്നു? അവിടെ നിന്നും ഒരാട്ടിൻകുട്ടിയെ തരപ്പെടുത്തിയാണ് ആ സൂത്രക്കാരൻ മടങ്ങിയത്. അടുത്ത ദിവസം മറ്റൊരു ഗ്രാമത്തിലെത്തിയ കുട്ടിക്കുറുക്കൻ അവിടെയും ഒരു വീട്ടിലെത്തി തല ചായ്ക്കാൻ ഇടം തേടി. കുട്ടിക്കുറുക്കൻ ആ വീട്ടുകാരോട് തൻ്റെ ആട്ടിൻകുട്ടിയെ കിടത്താനുള്ള സ്ഥലം ചോദിച്ചു. ആട്ടിൻകുട്ടിയെ എൻ്റെ മകൻ്റെ കൂടെ അപ്പുറത്തെ മുറിയിൽ കിടത്തിക്കൊള്ളൂ, വീട്ടുകാരൻ പറഞ്ഞു. കുട്ടിക്കുറുക്കൻ ഉണ്ടായ സന്തോഷത്തോടെ ആട്ടിൻകുട്ടിയെ ആ മുറിയിൽ കിടത്തി. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. പാതിരായായി. കുട്ടിക്കുറുക്കൻ ആരും അറിയാതെ മുറിയിൽ കയറി ആട്ടിൻകുട്ടിയെ ശാപ്പിട്ടു. നേരം വെളുത്തതും ഉണർന്നെണീറ്റും കുട്ടിക്കുറുക്കൻ തൻ്റെ സ്ഥിരം സൂത്രം പ്രയോഗിച്ചു. നഷ്ടപ്പെട്ട ആട്ടിൻകുട്ടിക്ക് പകരം ഒരാടിനെ നൽകാമെന്ന് പറഞ്ഞിട്ടും അവൻ വഴങ്ങിയില്ല. എനിക്ക് എൻ്റെ ആട്ടിൻകുട്ടിയെ തന്നെ വേണം, അതുമല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ മകനെ തന്നാൽ മതി. കുട്ടിക്കുറുക്കൻ തൻ്റെ ആവശ്യമുന്നയിച്ചു. അത് വീട്ടുകാർക്ക് സമ്മതമായില്ല. ആട്ടിൻകുട്ടിക്ക് പകരമായി സ്വന്തം മകനെ കൊടുക്കാനോ?
എന്നാൽ ക്രൂരനായ കുട്ടിക്കുറുക്കൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. നിങ്ങളെല്ലാവരും കൂടി എൻ്റെ ആട്ടിൻകുട്ടിയെ കൊന്നതല്ലേ, പകരം നിങ്ങളുടെ മകനെ തന്നേ പറ്റൂ, അവൻ വാശി പിടിച്ചു. കുട്ടിക്കുറുക്കൻ ഒരു വിധത്തിലും സമ്മതിക്കില്ല എന്ന് കണ്ടപ്പോൾ വീട്ടുകാരൻ ഒടുവിൽ സമ്മതിച്ചു. അയാൾ പറഞ്ഞു, ശരി, നിനക്ക് ഞാൻ എൻ്റെ മകനെ തന്നെ തന്നേക്കാം. നീ ഇവിടെ നിൽക്കൂ, ഞാൻ അവനെ ഒരു ചാക്കിലാക്കി ഇപ്പോൾ കൊണ്ടുവന്ന് തരാം. കുട്ടിക്കുറുക്കൻ കൊതിയോടെ തലയാട്ടി. അല്പസമയത്തിനുള്ളിൽ വലിയൊരു ചാക്ക് കെട്ടുമായി വീട്ടുകാരൻ തിരിച്ചെത്തി. ഇതാ നീ ആവശ്യപ്പെട്ട പോലെ എൻ്റെ മകനെ തന്നെ നിനക്ക് തന്നിരിക്കുന്നു, കൊണ്ടുപോയിക്കൊള്ളുക. പക്ഷേ ദുഷ്ടനായ നീ ഓർത്തോ, നിനക്ക് തക്കതായ പ്രതിഫലം ഉടനെ കിട്ടും. കുട്ടിക്കുറുക്കൻ അതൊന്നും ചെവിക്കൊള്ളാതെ ചാക്ക് കെട്ടും തലയിലേറ്റി പുറപ്പെട്ടു. ആരും അറിയാതെ ഒരിടത്തെത്തിയപ്പോൾ അവൻ ചാക്ക് കെട്ട് താഴ്ത്തി വെച്ച് അതഴിക്കാൻ തുടങ്ങി. കുട്ടിയെ ശാപ്പിടുന്ന കാര്യമോർത്ത് ആ ആർത്തിക്കാരൻ്റെ വായിൽ നിന്നും വെള്ളം വന്നു. ചാക്ക് അഴിച്ചു തീർന്നില്ല. അതിനു മുൻപേ ചാക്കിനുള്ളിൽ നിന്നും പുറത്തു കടന്ന നായ കൊടുത്തു അവനൊരു ഉഗ്രൻ കടി. എൻ്റെ അമ്മോ! കുട്ടിക്കുറുക്കൻ കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്നു. അവൻ ജീവനും കൊണ്ടോടി. പിന്നാലെ തന്നെ നായയും. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് കുട്ടിക്കുറുക്കൻ രക്ഷപ്പെട്ടത്. കൈയും കാലും ഒക്കെ പൊട്ടി അവശനായാണ് അവൻ തൻ്റെ വീടെത്തിയത്. എന്തായാലും അത് കുട്ടിക്കുറുക്കൻ്റെ തൻ്റെ കുതന്ത്രമെല്ലാം നിർത്തി മര്യാദക്കാരനായി. എല്ലാ ചങ്ങാതിമാർക്കും ഇഷ്ടപ്പെട്ടല്ലോ കഥ.